ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാർട്ട് 1ൻ്റെ ബാക്കി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാർട്ട് 2 ക്ലീനിങ് പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രീഷ്മയുടെ ബെഡ്റൂം ആയിരുന്നു ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് എൻ്റെ ബെഡ്റൂം ആട്ടോ ക്ലീൻ ചെയ്യണത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലീനിങ് വീഡിയോ ഇൻട്രസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വിൻഡോ തന്നെയായിട്ടാണ് ക്ലീൻ ചെയ്യണത്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മാറ്റിയിടുന്നുണ്ട്, പൊടി ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് വേഗം തന്നെ നമ്മുടെ സൈഡിലുള്ള വിൻഡോ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂം ഞാൻ മുന്നേ ക്ലീൻ ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസം മുന്നേ ക്ലീൻ ചെയ്തതാണെങ്കിലും പെട്ടെന്ന് വിൻഡോസിലൊക്കെ പെട്ടെന്ന് തന്നെ പൊടി പിടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഞാനിതാ പൊടിയും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു സൈഡത്തെ വിൻഡോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഫ്രണ്ട് ഭാഗത്തുള്ള വിൻഡോ ആണ്. അപ്പോൾ അവിടെയും കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്ലാസ് അതുപോലെയൊക്കെ തുടയ്ക്കുന്നുണ്ട്. ഗ്ലാസിൻ്റെ മുകളിലും നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും കൂടി തുടയ്ക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലത്തെ പോലെ ഞാനിത് ടവൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി നനയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അങ്ങനെ മുക്കി തുടയ്ക്കുക ചെയ്യണത്. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടല്ലോ. അപ്പോൾ പിന്നെ വെള്ളം വല്ലാണ്ട് അങ്ങോട്ട് ചീത്തയാകുമ്പോൾ പിന്നെ പോയിട്ടൊന്ന് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. വിൻഡോ പോർഷൻ ഒരുവിധമായിട്ടുണ്ട്. ഇനി നമുക്കിതാ ഗ്ലാസും കൂടി തുടച്ചപ്പോൾ ഫൈനലായിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അടച്ചിടാട്ടോ. ഇനി ഉള്ളിലേക്ക് പൊടിയും കാര്യങ്ങളൊന്നും ഇനി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ഞാൻ അതൊക്കെ അടച്ചിടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലീൻ ആക്കാനുള്ളത് നമ്മുടെ ടേബിള്, ഫാന്, AC അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മുന്നേ ക്ലീൻ ചെയ്ത കാരണം തന്നെ ഇവിടെ അധികം ക്ലീൻ ചെയ്യാനില്ല. എന്നാലും പൊടിയുള്ള കാരണം നല്ല രീതിക്ക് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ അതൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ തുടയ്ക്കുന്നുണ്ട്. പിന്നെ ടേബിൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് തുടയ്ക്കുന്നുണ്ട്. ടേബിളിൻ്റെ അടിവശത്തും അതുപോലെ സൈഡ് പോർഷനും ഒക്കെ നന്നായിട്ട് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കർക്കിടക സംക്രാന്തി പ്രമാണിച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അധികം സമയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ നമുക്ക്. അപ്പോൾ ആ ഒരു സംക്രാന്തി വരുമ്പോഴത്തേനും നമുക്ക് വേഗം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇനി പെട്ടെന്ന് ഞാൻ വീഡിയോസ് ഇടുന്നതാണ് കേട്ടോ. പിന്നെ ഫാനിൻ്റെ മുകളിൽ നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി അന്ന് തുടച്ച് ക്ലീൻ ചെയ്തതാണെങ്കിലും ഇപ്പോഴും നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു മാറാലച്ചൂല് വെച്ചിട്ട് അതൊക്കെ ഒന്ന് അടിക്കുന്നുണ്ട്. പിന്നെ തുണി വെച്ച് നനച്ചിട്ട് തുടയ്ക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതോട് കൂടിയിട്ട് AC കൂടി ഒന്ന് നനച്ച് തുടയ്ക്കുന്നുണ്ട്. നമ്മുടെ മാറാലച്ചൂല കൊണ്ട് അവിടുത്തെ മാറാലും പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാറാല ഈ പറഞ്ഞ മാതിരി അധികമൊന്നും ഇല്ല, എന്നാലും ചെറിയ രീതിക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അടിച്ചു വരുമ്പോൾ മാറാല കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തട്ടാറുണ്ട്. അതുകൊണ്ട് വലിയ രീതിക്കൊന്നും മാറാല ഉണ്ടായിരുന്നില്ല കേട്ടോ.
ഇനി മാറാല തട്ടൽ കഴിഞ്ഞപ്പോൾ ഞാനിതാ അലമാരയുടെ മുകളിലൊക്കെ തുടയ്ക്കുന്നുണ്ട്. അവിടെയും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും, ചെറിയ രീതിക്കൊക്കെ. കാരണം ഇവിടെ പണി നടക്കുന്നുണ്ട്, പണിക്കാരുണ്ട്. അപ്പോൾ അവിടെ തേപ്പോ നടന്നുകൊണ്ടിരിക്കുക, പിന്നെ നനയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഒരു ശബ്ദം. നമ്മൾ ഡ്രസ്സിങ് റൂമിലത്തെ അലമാരയും കൂടി ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. മിററും അതേപോലെ തന്നെ അലമാരയുടെ അടിയിലൊക്കെ അത്യാവശ്യത്തിന് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഫൈനലി നമ്മുടെ സ്വിച്ച് ബോർഡും അതേപോലെ തന്നെ നമ്മുടെ കട്ടിലും വാതിലും കൂടി തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂമിലത്തെ ക്ലീനിങ് ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അടിച്ചു വരാൻ പോവാട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫാനിൻ്റെ പൊടിയൊക്കെയാണ് ഈ താഴെ കിടക്കണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം അടിച്ചു വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ തുടയ്ക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു റൂം കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണ്ണിയുടെ അലമാര മുന്നേ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതിപ്പോൾ ഇങ്ങനെ ഈ ഒരു കോലത്തിലായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷനൊക്കെ ആകെ കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ കളയാൻ തോന്നിയില്ല. അപ്പോൾ തുണികൾ കുറച്ച് സാധാരണ ഇടാളതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഷെൽഫിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ട് 2 ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്കും കൂടി എല്ലാവരും നല്ല സപ്പോർട്ട് തരണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.